ഹായ് ഗൈസ്, നമ്മൾ ചാർലിനായിട്ടൊന്നുമില്ല ഡോക്ടറെ അടുത്ത് പോട്ടോ വാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഇവളങ്ങനെ ആദ്യമായിട്ടാണ് കൈ പിടിച്ച് കൊണ്ടുപോകണം. എനിക്ക് ഉള്ളൊരു കൊട്ടുണ്ടാവാറുണ്ട്. പിന്നെ ബൈക്ക് മേലെ ആദ്യമായിട്ടാട്ടോ കൊണ്ടുപോകാൻ. ആൾക്ക് ആദ്യം കയറുന്നതിൻ്റെതായ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തൊക്കെ നോക്കി അങ്ങനെയായിട്ട് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പറയുന്നുണ്ടത്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ അവളുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. ഇവിടെ 2ാമത്തെ തവണയാണ് അവളേറ്റ് വരുന്നത്. ആദ്യം നമ്മൾ വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നഖമെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോക്ടറെ കാണിച്ച് വാക്സിനാന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞേ. അപ്പം അച്ഛനെ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് അച്ഛനെ കാത്ത് നിൽക്കുക കേട്ടോ. അച്ഛൻ അവിടെ തന്നെ പോയപ്പോൾ അവിടെ മരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും വേറെ ഒരിക്കൽ പോയിട്ടാ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ വന്നു. വെയിനും ചാർലി ഒരു ഉറക്കം കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വണ്ടീൻ്റെ ഒച്ചയിട്ട് നീട്ടി വെച്ചിട്ടാ. അങ്ങനെ അച്ഛൻ മരുന്നൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ വാക്സിൻ്റെ മരുന്നാട്ടോ. പിന്നെ നമ്മളവളെ വാക്സിൻ അടിക്കാൻ വേണ്ടിയിട്ട് അന്ന് എത്തിയിട്ടാണ്. അവൾ ഇരിക്കണേ അവിടെ ഇരുത്തിക്ക് ആദ്യം ഉറങ്ങാൻ നിന്ന്. അത് കഴിഞ്ഞപ്പോൾ നീപ്പിച്ചപ്പോൾ അവിടെ ഇങ്ങനെ നടക്കിരുന്നിട്ടാ. പിന്നെ ഡോക്ടർ വന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഞാൻ പിടിച്ചു കൊടുത്ത്. പിന്നെ കുഞ്ഞായ കാരണം 2 തുടയിലും കൂടെ ആയിട്ട് വെച്ച്, തുടയിൽ കാലിന്മേലായിട്ട് വെച്ച്. അപ്പോൾ അവളിങ്ങനെ വാക്സിൻ അടിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കരഞ്ഞിട്ടാ. പിന്നെ നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെയോ കാർഡ് ഉണ്ടാക്കണം, സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡോക്ടറോട് ചോദിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാർഡൊക്കെ തന്നിട്ട് അവിടെ വാക്സിൻ്റെ ഒരു കാർഡൊക്കെ തന്ന്. അപ്പം അതേ ഓൾ ഹോസ്പിറ്റലിനോട് നമ്മൾ ടാറ്റ ബൈ പറഞ്ഞ് പോന്നിട്ടാ. വണ്ടിയിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് സൈലൻ്റ് ആയിരുന്നു കേട്ടോ കൂടുതലും. പോണ പോലെയല്ല വന്നത്, വേദന കൊണ്ടാവാം. പിന്നെ ഞങ്ങളിതേ യാത്രകളൊക്കെ ആസ്വദിച്ച് വരികയാണേ. പിന്നെ നമ്മളൊരു കോഴിക്കടയിലെ മുമ്പിലെത്തിയിട്ടാണ് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവൾ അവിടുത്തെ കോഴികളെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് നിൽക്കട്ടാ. നോട്ടം വിടുന്നില്ല, അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ പോണൊരു വരുന്നവരൊക്കെ നോക്കട്ടാ. അങ്ങനെ ഇത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇത് വീട്ടിലെത്താനായിട്ട് വയറും കൂടെ എത്തി. ഇനി അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളൂ. അങ്ങനെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്യാം കേട്ടോ. ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.